ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. വൈകിട്ട് റിസപ്ഷനാണ് പോകുന്നത്. എൻ്റെ നാട്ടിലാണ് കേട്ടോ, വണ്ടിപ്പെരിയാറാണ്. അപ്പം ഇതിപ്പം ഇരാറ്റുപേട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സമയം ഒരു 12:30 ആയി. ഇൻഷാ അല്ലാഹ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ നിർത്തും. വൈകിട്ടാണ് ഫംഗ്ഷൻ കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ റെഡിയാകാൻ പോവാണ്. അതും പോകുന്നൊക്കെ ആയിട്ടൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ കുളിച്ച് മുടിയൊക്കെ ഉണക്കി സെറ്റായി നിൽക്കുക. ഇനിയിപ്പം ഫേസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഫേസൊക്കെ റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ട് ഇടാം, കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ലെങ്തി ആയിപ്പോ കേട്ടോ. അപ്പം ഞാൻ ഒരുങ്ങട്ടെ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സെറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ബാഗ് കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ റെഡിയായി. അപ്പോൾ അതിലേക്ക് ചെറുതല്ല, വലിയൊരു ബാഗാണ്. ഇത് ബ്ലഷും ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കും എൻ്റെ സെറ്റ് ചെയ്യാനുള്ള പൗഡറും പിന്നെ എൻ്റെ സ്പെക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇതെടുത്തിട്ടുണ്ട്, പിന്നെ വ്ളോഗ് സ്റ്റിക്ക് എടുക്കണം. ഇതിലേക്ക് ഒരു ക്ലച്ച് ഗ്രിപ്പും ഒരു പോക്കറ്റ് മിററും ബ്രഷും പിന്നെ ഞാൻ ഈ കമ്മൽ കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഞാൻ മാറിയിടും കേട്ടോ, ഇട്ടേക്കുന്ന കമ്മലല്ലാണ്ട്. ഇത് ഇത്ര എടുക്കണം ഇതിൽ. പിന്നെ ഒരു ടവലും വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചീപ്പും എൻ്റെ ഹെഡ്സെറ്റും വെക്കുന്നുണ്ട്, പിന്നെ പേഴ്സും. ഇത്ര സാധനമാണ് ഇത് എടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം എൻ്റെ പടപടാന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ പേട്ടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ അനിയത്തിനും കൂടെ പിക്ക് ചെയ്യണം. അവളെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. വൈകിട്ടൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഫംഗ്ഷന്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പേട്ട, കാഞ്ഞപ്പള്ളി, മുണ്ടക്കയം അങ്ങനെ പോവാം. അപ്പം പോകുന്ന വഴിയെ ഓരോന്ന് കാട്ടിത്തരാം കേട്ടോ. ഞങ്ങൾ അനിയത്തിനെ എല്ലാം പിക്ക് ചെയ്തു കേട്ടോ. ലുലുമാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. റിസയ മോളുണ്ട്. ഹായ് റിസയ. എല്ലാ സീസൺ കടയാണ്, കൈതച്ചക്കയുടെ സീസൺ ആയപ്പോഴും എല്ലായിടത്തും ഒന്നാമത് ശബരിമല സീസൺ ആയതുകൊണ്ട് കട. കുട്ടികള് വഴിയിൽ ഇങ്ങനെ എന്തോ ചാമ്പയ്ക്കാന്ന് തോന്നുന്നു വിൽക്കുന്നുണ്ട് വഴിയിൽ. സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ. കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് വഴിയിലെല്ലാം ഇങ്ങനെ വണ്ടികൾ നിർത്തിയിട്ടൊക്കെ കേട്ടോ. ഇപ്പൊ ഒരു 3-3:15 ആയിട്ടുള്ളൂ. എന്നാലും നല്ല രീതിയിൽ കോടയുണ്ട്, കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. താഴേക്ക് ബസ് പോയി, ഒരു KSRTC ആയിരുന്നു. അങ്ങനെ താഴേക്ക് പോയതാ ബസ്. 2 പേര് മരിക്കുകയും ചെയ്തു. സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് റോഡിലൊക്കെ. ഇത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ്. ഇവിടെ നമുക്ക് ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉള്ളതാട്ടോ. നമ്മള് കുട്ടിക്കാനായിട്ടോ. ഇവിടെ മഞ്ഞ് കുറവാ. സാധാരണ ഇവിടെയാ എന്നും മഞ്ഞുണ്ടാവുന്ന നല്ല രീതിയില്. പക്ഷെ ഇന്നിപ്പം മഞ്ഞില്ല.
ഉണ്ട്, മരിയൻ കോളേജ്. ഇതാ കുട്ടിക്കാനം മരിയൻ കോളേജ് കാണാവോ? കാണിച്ചരാവേ അടുത്ത് വരുമ്പോ. കുട്ടിക്കാനം ടൗൺ ആണ്. കണ്ടോ, ഇതാണ് കുട്ടിക്കാനം മരിയൻ കോളേജ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. നെയ്യപ്പാണ്. ചൂടാണ്, നല്ല ചൂടാണ്. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന തിരക്കിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അപ്പം വിശന്ന് എനിക്ക്. കടി വാങ്ങിച്ച് കഴിക്കാം. ഓ, ലുലുമായിരുന്നു നെയ്യപ്പത്തിന് കട പിടിക്കുന്നത്. ഇത് നമ്മുടെ പട്ടുമലപ്പള്ളിയാണ് കേട്ടോ. ഇത് വന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. തേയിലയുടെ, KVTയുടെ. സീസൺ ആയോണ്ട് ഇവിടെ ഇങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച ഹൈസ്കൂള്, പഞ്ചായത്ത് ഹൈസ്കൂൾ വണ്ടിപ്പെരിയാർ. അടുത്ത ആളെയും കൂടെ ഞങ്ങൾ പിക്ക് ചെയ്ത് കിട്ടും. എന്നിട്ട് ഞങ്ങളൊരു ബറ്റാലിയനായിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. ഇനി ഹാളിൽ എത്തിയിട്ട് കാണാം. ഇപ്പം ഞങ്ങൾ ഹാളിലെത്തി. ഇപ്പം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ സീനറി ഉണ്ട്. അവിടെ ഇറങ്ങി ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നതാണ്. അപ്പം ഈ സ്റ്റെപ്പ് കയറി അങ്ങ് നമ്മൾ മുകളിൽ ചെല്ലുമ്പം ഒരു UPS സ്കൂളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഹാളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പം നന്നായി രാത്രിയായിരുന്നു. പിന്നെ ഇരുട്ടായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നല്ല ടയേർഡും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പം രാത്രി വീട്ടിൽ വന്നപ്പോൾ ഒരു 11-11:30 ആയിട്ടുണ്ട്. റോഡൊക്കെ നല്ല രീതിയിൽ വിജനായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വീടെത്തി ഗേസ്. ഇപ്പം സമയം ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്. നമ്മൾ വീടെത്തി. ഇനിയിപ്പം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം, കുളിക്കണം. നല്ല ടയേർഡാണ്. മാഷാഅല്ലാ, കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് വയനിലങ്ക എന്ന് പറഞ്ഞ റേഞ്ചായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12-12:30 ഇട്ടുകൊണ്ട് പോയതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 11-11:30 ആയിട്ട് ഉണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. റീടച്ച് ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല സ്റ്റേ ചെയ്യുന്നുണ്ട്. കാജലാണേലും മമാർത്തിൻ്റെ ആയിരുന്നു. അത് ഞാൻ വണ്ടിയിലൊന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് കണ്ണൊക്കെ ഒന്ന് തിരുമിയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പ്രെഡായത്. അതും നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുന്ന കാജലാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി എനിക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം, കുളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് കാണാം.
കുളിക്കാൻ പോയ ഞാൻ കുളിച്ചില്ല ഗേസ്. എനിക്ക് നല്ല വിശപ്പ്. ഇനിയിപ്പോൾ ഒന്നും കഴിക്കാതെ കിടന്നെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുകയില്ല. ബേക്കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉച്ചക്കത്തെ ചോറ് ശകലം ഇരിപ്പുണ്ട്. കറിയൊന്നുമില്ല കേട്ടോ, അച്ചാർ. ഉച്ചക്കത്തെ മത്തി ഫ്രൈ, കുഞ്ഞ മത്തി ഫ്രൈ. എന്തുവാട്ടെ, ബേക്കറി ഒന്നും കഴിക്കുന്നതിലും ചോറെന്നാൽ കഴിച്ചേക്കാമെന്ന് ഓർത്തു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ചായപ്പോൾ നല്ല വിശക്കുന്നു. സമയം ഇത്രയായില്ലേ, 11:45. എന്തായാലും കഴിച്ചിട്ട് കിടക്കാമെന്ന് ഓർത്തു. ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ, എന്നിട്ട് കുളിയൊക്കെ നടത്താൻ ഓർത്തു. ഞാൻ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കുളിച്ച് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയറും കൂടെ ഞാൻ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. അപ്പം ആ സ്കിൻ കെയർ, ഇപ്പോഴത്തെ കറൻലിയുള്ള സ്കിൻ കെയർ നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം നമ്മൾ ഫേസൊക്കെ ഇപ്പോൾ കുളിച്ചപ്പോൾ വാഷൊക്കെ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ടവൽ വെച്ച്, സോഫ്റ്റ് ആയിട്ടൊരു ടവൽ വെച്ച് നമ്മുടെ രീതിയിൽ ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ സ്കിൻ കെയർ ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇപ്പോൾ എൻ്റെ കറൻലിയുള്ള സ്കിൻ കെയർ എന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ കാട്ടിത്തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം പിന്നെ നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഡ്രൈ ആവുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ, ഇപ്പം എനിക്ക് ഇച്ചിരി കൂടെ ഡ്രൈ ആവുമെന്ന് പറഞ്ഞില്ലേ, അപ്പം അതുപോലെ ഒന്നുകൂടെ മോയ്സ്ചറൈസേഷൻ കിട്ടുന്ന ലിപ് ബാമും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ വിറ്റാമിൻ സി എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്നല്ലേ പ്ലം അല്ലെ മിനിമലിസ്റ്റാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാം. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം ഞാൻ വിറ്റാമിൻ സി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് വിറ്റാമിൻ സി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം രാവിലെ യൂസ് ചെയ്താലും രാത്രി യൂസ് ചെയ്താലും പിറ്റേന്ന് മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിറ്റാമിൻ സി ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടട്ടെ. മുഖം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഇടുക. 3 ഡ്രോപ്പ് മതിയാവും നമ്മുടെ ഫേസിൽ കേട്ടോ. എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിനും കൂടെ ചെയ്ത് കൊടുക്കാം. കഴുത്തിന് ഡ്രോപ്പ്. ഓരോ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനിയൊരു 3 മിനിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇടാം കേട്ടോ. പെട്ടെന്ന് തന്നെ വിറ്റാമിൻ സി അബ്സോർബ് ആകും കേട്ടോ. അപ്പം ഈ വിറ്റാമിൻ സി മുഖത്തേക്ക് അബ്സോർബ് ആകുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലേക്ക് മോയ്സ്ചറൈസർ ഇടുകയാണ്. മമാഎർത്തിൻ്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ അയക്കാട്ട് കൊടുത്തേക്കാവേ. ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൈക്കിട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മോയ്സ്ചറൈസേഷൻ തരുന്ന ഒരു ബോഡി ലോഷനാണ് കേട്ടോ. നൈറ്റും ഡേ എല്ലാം ഞാൻ ഒരുപോലെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കും. നല്ലൊരു മണമാണ്. അതിട്ടൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇടുക. അടുത്ത ഞാൻ ഇടാൻ പോകുന്നത് മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബ്യൂട്ടിനാണ്. ഇത് ഞാനൊരു 2 ഇയർ മുന്നായിട്ട് ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത്, എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനൊരു 2 ബോട്ടിൽ 2 വർഷം മുന്നേ ഇത് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളതായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ അടുത്ത് വാങ്ങിയതാണ്. അപ്പം അത് വിറ്റാമിൻ സി നമ്മൾ ആദ്യം ലൈറ്റായിട്ടുള്ള വിറ്റാമിൻ സി ഇട്ട് കൊടുത്തു. ഇത് ഇച്ചിരി തിക്ക. അത് കഴിഞ്ഞ് ഇത് ഇടുകയാണ്. വിറ്റാമിൻ സിയുടെ കൂടെ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ആൽഫ ആർബ്യൂട്ടിൻ ഇടാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോഡക്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ഇടുന്നത്. അന്ന് എനിക്ക് നല്ല രീതിയിൽ ഫലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും അപ്പം മാത്രം അതിൻ്റെ ഇതൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അല്ലേ, ആ സമയം നിൽക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ടാനൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും പഴയപടിയാവും. അങ്ങനെയാണ്. പിന്നെ നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും ഇട്ടിട്ട് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങണ്ടില്ല കേട്ടോ. രാത്രി ഇട്ടാലും ഡേ ടൈമിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പം ഇത് ഇട്ട് എടുക്കുകയാണ്. ഇത് പറഞ്ഞ പോലെ 3 ഡ്രോപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഫേസിലേക്ക്. ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ്. എൻ്റെ കുറേയൊക്കെ നല്ല രീതിയിൽ അന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറിയായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാടൊന്നും ലൈറ്റ് ആവില്ല, ഒരു ടോണൊക്കെ ലൈറ്റ് ആവുള്ളൂ. ആ പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറയ്ക്കും, അത്രയേ ഉള്ളൂ. വെളുക്കാൻ വേണ്ടിയൊന്നും ആരും ഇത് വാങ്ങിച്ച് തേക്കരുത് കേട്ടോ.
ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ ഒരു സൈഡ് ഒരു കളറ്, നെറ്റി ഒരു കളറ്, എൻ്റെ അങ്ങനെ നെറ്റി ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, അങ്ങനെയാണ്. അപ്പം നമുക്ക് പിഗ്മെൻറ്റ് കാലാകാലം നമ്മൾ ടാൻ ഇട്ടിട്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കും കേട്ടോ. പിന്നെ ഇത് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ അതുപോലെ ആവും. പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ നിലനിർത്തി പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഓക്കെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അണ്ടർ ഐ ക്രീമിന് വേണ്ടി ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് അണ്ടർ ഐ ക്രീം എടുക്കുന്നത് കേട്ടോ. എൻ്റെ ബോട്ടിൽ തീർന്നു കേട്ടോ, രണ്ടാമത്തെ ബോട്ടിലാണ് തീർന്നു. നല്ലൊരു സിറാണ്, ഈസിലി നമുക്ക് ഇടാനും അപ്ലൈ ചെയ്യാനും. ഇതിൻ്റെ കൂടെ ഈ ആപ്ലിക്കേറ്റർ നല്ലതാണ്. നമ്മളിങ്ങനെ അണ്ടർ ഐയിൽ റോൾ ചെയ്യുമ്പം നല്ലൊരു മസാജും കിട്ടും, നല്ലതാണ്. തീർന്നുണ്ട് ഇത്. കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഫേസ് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടി സെറ്റാഫിലിൻ്റെ ഡാം മോയ്സ്ചറൈസർ ഇടുന്നത്. ഇത് ഡെയിലി അഡ്വാൻസ്ഡ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ലോഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ, അയക്കാട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ വേണം. ഞാനിന്നിപ്പോൾ വീട്ടിലൊക്കെ കൂടി പോയപ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയി. അവിടെ നല്ല കാറ്റാണല്ലോ, അപ്പം അതൊക്കെ അടിച്ചിട്ടും പിന്നെ ഞാൻ ഇന്ന് മേക്കപ്പൊക്കെ ചെയ്തപ്പം ഒന്നുകൂടെ ഇച്ചിരി ഡ്രൈ ആയ പോലെ ഉണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്നൊന്നും ചെയ്യുന്നല്ലോ, വല്ലപ്പോഴും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ വേണ്ടപ്പം ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നൈറ്റ് ഞാൻ സിമ്പിൾ ഡൈ യൂസ് ചെയ്യുക. ഡേ ടൈമിൽ ഡോട്ട് ഇട്ടു. ഇത് കുറച്ച് മതി കേട്ടോ, കുറച്ച് എടുത്താൽ മതി. നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ആവും. ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ ഡ്രൈ സ്കിന്നിനൊക്കെ മേക്കപ്പിൻ്റെ കൂടെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടി നല്ല രീതിയിൽ ഇരിക്കും. പിന്നെ ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഇത് ഇടുകയാണെങ്കിൽ ഇച്ചിരി മേക്കപ്പിൻ്റെ അടിയിലൊക്കെ ഓയിലി ആയിട്ടിരിക്കും. അല്ലാതെ ഇടാനാണ് നല്ലത് കേട്ടോ. ഇട്ടിട്ടുണ്ട് മേക്കപ്പിൻ്റെ അടിയിൽ, പക്ഷേ എന്നാലും എനിക്കൊന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത് നല്ലത് രാത്രി ഇടുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷനും കിട്ടും. രാവിലെ ആകുമ്പോൾ സ്കിന്നിൻ്റെ ആ പാച്ച്നെസ്സൊക്കെ മാറിക്കിട്ടും. അപ്പം തിക്കാട്ടോ സംഭവം, ഇതുണ്ടോ. ഇനിയിപ്പോൾ ലിപ്പിന് വേണ്ടി ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ വാസ്ലൈൻ്റെ ലിപ് തെറാപ്പിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തീരാറായിട്ടുണ്ട്. ഞാനിവിടെ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് അതിൽ നോക്കി സംസാരിക്കുന്നത്. ഇതാണ് എൻ്റെ വിൻ്റർ ടൈമിലെ സ്കിൻ കെയർ. ഇന്നത്തെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോയി കിടക്കട്ടെ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. ഇനി പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങളെല്ലാം ഉറങ്ങിക്കാണും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.